അങ്ങനെ വറുതിയുടെ ഒരു കർക്കിടക മാസം കൂടി അവസാനിക്കുകയാണ്. നാളെ ചിങ്ങം 1, മലയാള മാസത്തിലെ ആദ്യത്തെ മാസമാണ്. അതുകൊണ്ട് തന്നെ ചിങ്ങം 1 ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. അറുതികളും വറുതികളുമുള്ള കർക്കിടകം, തിമിർത്ത് പെയ്യുന്ന മഴയും കഷ്ടകാലങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി പഴയകാലത്ത് ആളുകൾ പറയും സമൃദ്ധിയെ വരവേൽക്കുന്ന ഒരു മാസമാണ്. ഇന്നലെ ഉണ്ടായ മാസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മാറി ആളുകളുടെ ജീവിതത്തിൽ കൊയ്ത്തുകാലം വരെയാണ്. പണ്ട് നമ്മളൊക്കെ ഓർക്കണില്ലേ, സ്കൂളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വയലുകളൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ. നമ്മുടെ മിക്ക വീടുകളിലും വലിയ വലിയ പത്തായങ്ങളൊക്കെ ഉണ്ടായിരുന്നു നെല്ല് സംഭരിക്കാൻ വേണ്ടി. കൊയ്ത്ത് കാലഘട്ടവും കൊയ്ത്തുകാരൊക്കെ ആ നാടും പ്രദേശം മുഴുവൻ വലിയ ആഘോഷമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിങ്ങം 1-ാം തീയതി കാർഷിക ദിനമാണ്. എല്ലാ കാർഷിക മേഖലയെ ഓർക്കുന്ന ദിവസമാണ്. സമൃദ്ധിയുടെ ഒരു പുതിയ വർഷം നമുക്ക് ആരംഭിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും നമ്മുടെ സംരംഭങ്ങളെയും ഓർക്കാം. നമ്മൾ നോക്കിയ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ചിങ്ങമാസത്തിൽ തുമ്പയും തുളസിയൊക്കെ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി, പൊന്നോണത്തെ വരവേൽക്കാൻ വേണ്ടിയൊക്കെ കൂടുതലായി കാണപ്പെടുന്നൊരു സമയമാണ്. ഒരുപാട് മനസ്സിൽ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉന്നതിയും സമൃദ്ധിയും കടന്നു വരുന്ന ഈ പുതിയൊരു മാസം നമ്മുടെ എല്ലാ മേഖലകളും, വേറെ പ്രത്യേകമായ കാർഷിക മേഖലകളെയും തൊഴിൽ മേഖലകളെയും നമ്മുടെ എല്ലാ ബിസിനസ്സുകളെയും ദൈവം ഈ പുതിയ മാസത്തിൽ സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.